പെരുമ്പഴ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളെ അനുസ്മരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനും ഇന്നത്തെ സാംസ്കാരിക പ്രശ്നങ്ങൾക്കും എത്രത്തോളം എന്താണ് പ്രസക്തി എന്ന് ഒരു ചിന്തകൾ സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഭാരത് ഭവനിൽ ശെമ്മാങ്കുടിയുടെ പേരിലുള്ളൊരു ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ജീവിതഗാന തീര വിഹാരിയായിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴിവിടെ അനുസ്മരിക്കുന്നത്. ഞാനൊരു വീണാധാരി, ആ പാട്ടാണ്. ഒരു പാട്ട് ചില ആളുകൾ അങ്ങനെയാണ്, ഒറ്റ ഒന്നുകൊണ്ട് മറ്റെല്ലാം അതിലേക്ക് ആവാഹിച്ച് അവതരിപ്പിക്കുന്നതാണ്. ആ ഞാനൊരു വീണാധാരി എന്നുള്ള പാട്ടിൽ ജീവിതഗാന തിരവിഹാരി ഞാനൊരു വീണാധാരി എന്ന പാട്ടുണ്ടല്ലോ, യേശുദാസ് വളരെ മനോഹരമായി പാടിയ പാട്ട്. ആ വീണാധാരി ആയത് എപ്പോഴാണ്? ഞാനൊരു അരിവാൾധാരി എന്നല്ല പാടിയത്. വാളല്ലൻ സമരായുധം ജണജണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങി ഞാൻ. ആ വീണയാണ് പെരുമ്പുഴ എടുത്ത് നടന്നത്. വയലാറ് പറഞ്ഞല്ലോ ഞാനൊരു വീണ വാങ്ങിയെന്ന്. ആ വീണയും എടുത്തിട്ട് താളം രാഗലയ ശ്രുതികൾക്കല്ലാതൊന്നും ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയില്ല. മാനവ മനോരാജ്യങ്ങളിൽ, പ്രേമതീർത്ഥങ്ങളിൽ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളും ഗുളികകളും ക്യാപ്സ്യൂളുകൾക്കൊന്നും കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയില്ല. അതിന് താളവും ലയവും ശ്രുതിയും പാട്ടും സംഗീതവും കവിതയും വേണമെന്ന് ഒരു പുനർചിന്തനം നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് പെരുമ്പുഴയെ നമ്മൾ അനുസ്മരിക്കുന്നത്. പാട്ട് വേണ്ട, നാടകം വേണ്ട, കഥാപ്രസംഗം വേണ്ട, DJ മതി എന്നതാണല്ലോ പുതിയ രാഷ്ട്രീയ ശൈലി. DJ മതി അല്ലേ? താളം വേണ്ട, ലയം വേണ്ട, ശ്രുതി വേണ്ട, ഒന്നും വേണ്ട. അവിടെ പെരുമ്പുഴയുടെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലുള്ള ആ അച്യുതമേനോനെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ, അച്യുതമേനോനെ പോലുള്ള പക്വമാർന്ന അച്യുതമായ ആദർശ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ച്യുതമല്ലാത്ത ഓർമ്മകളായി നിൽക്കുന്ന കുറേ മനുഷ്യരുടെ ജീവിതത്തെയും അവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ മാനവികതയെയും കവിതകളിലൂടെ പാട്ടുകളിലൂടെ ഞങ്ങളിലേക്ക് സംവദിപ്പിച്ചതിൽ പ്രഗത്ഭരായിരുന്നു പെരുമ്പുഴ. ഇന്നലെ കണ്ണൂരിൽ മറ്റൊരു യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ TP സുകുമാരൻ്റേതായിരുന്നു. നല്ലവനായ കാട്ടാളനെന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു മനുഷ്യൻ. ഉർവരതയുടെ താളം എന്നൊരു പുസ്തകം യുവകലാസാഹിതി തന്നെ അത് പ്രിന്റ് ചെയ്തിട്ട് കേരളത്തിൽ ഒരുപാട് വിതരണം ചെയ്തിരുന്നു. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തെയും സാംസ്കാരിക മണ്ഡലത്തെയും ഭാഷാ മണ്ഡലത്തെയും വേറിട്ട രീതിയിൽ നിരൂപണം ചെയ്ത് വിലയിരുത്തി പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മാർക്സിയൻ വീക്ഷണത്തെ സാധാരണ മനുഷ്യരോട് സംവദിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൈമടക്കിനുള്ളിൽ ഒരു ദിനേശ് വീടിയും തിരികിയിട്ട് നടന്നുപോയിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഡോക്ടർ TP സുകുമാരൻ മാഷ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 2 കൊല്ലം ഇരിക്കാൻ പറ്റി. നിർമ്മലഗിരി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയെന്നതാണ്. അദ്ദേഹം പറയുന്ന ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡാംഭികത. ഡാംഭികത. ഈ ഡാംഭികതയും പ്രതീക്ഷിച്ചിട്ട് കോളേജിൽ ചേർന്ന ഞങ്ങൾ പ്രൊഫസർമാരും മറ്റൊക്കെ വരിക്കുമ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞു TP സുകുമാരൻ മാഷ് വരുന്നുണ്ട്, അദ്ദേഹം വന്നോ ക്ലാസ്സിൽ എന്നൊക്കെ അന്വേഷിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അങ്ങനെ ഒടുവിൽ അത് വന്നു, അത് സംഭവിച്ചു. അദ്ദേഹം വന്നു, മേശമേൽ ഇരുന്നു, ഒരു പുസ്തകം വാങ്ങി, മധ്യകാല കവിത എന്ന പുസ്തകം വാങ്ങി. അതിൽ ആദ്യത്തെ കവിത ഗോവർദ്ധനോദ്ധാരണമായിരുന്നു. നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഗോവർദ്ധനോദ്ധാരണം. അതിൽ അദ്ദേഹം വായിച്ചു, മുപ്പാരിയിലെ പേരും ആദ്യം വായിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. മുപ്പാരിയിലെ പേരും മുക്കുവാൻ കെൽപ്പുള്ള കൽപ്പാന്ത മേഘങ്ങൾ പോന്നു വന്നു. എന്താടോടോ മുപ്പാര്? നിനക്കറിയോ? മുമ്പിലുള്ള ഒരാളോട് ചോദിക്കുക മുപ്പാരെന്താന്ന്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ അതിലെന്തോ സംതിങ് റോങ് വിചാരിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. അവസാനം അയാൾ പറഞ്ഞു, മുപ്പാര് എന്ന് പറഞ്ഞാൽ മൺപയർ, കോട്ടപ്പയർ, ചെറുപയർ. പാര് എന്ന് പറഞ്ഞാൽ പാര് എന്നത് നമ്മുടെ നാട്ടിൽ പയറിന് പാര് എന്നാണ് പറയുക. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ് ആയിരുന്നു അത്.
മസിൽ പിടിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ ആ വലിയ ഡാംബികതയെ അടിച്ചു പൊളിച്ച് പച്ച മനുഷ്യനെ കാണിച്ചു കൊടുത്തു അദ്ദേഹം ഒറ്റ വാക്കിലൂടെ. അത്തരത്തിലുള്ളൊരു മനുഷ്യനെയാണ് ഇന്നലെ അനുസ്മരിച്ചത്. ഈ യുവകലാസാഹിത്യം എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത സംസ്കാരത്തിന് രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന് സംസ്കാരവും വേണമെന്ന് ഈ കേരളത്തെ ബോധ്യപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ് യുവകലാസാഹിതി. സംസ്കാരത്തിന് രാഷ്ട്രീയമുണ്ടാവണം. പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലേ കാട്ടുകാരനല്ലേ എന്ന് പാടിയ ONV കുറുപ്പിൻ്റെ പാട്ടിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭാവി കാലത്തിൻ്റെ സുരക്ഷാഭടനാണ് പാട്ടുകാരെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ടാണ് MV ശ്രീനിവാസൻ കൊയർ, യൂത്ത് കൊയർ ഉണ്ടാക്കിയതും അതിനെ ശർമാജി കൊണ്ടു നടന്നതും. ആ പാട്ട് ശർമാജി പാടിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട്. പാട്ടുകാരില്ലെങ്കിൽ, സാഹിത്യകാരന്മാരില്ലെങ്കിൽ, നാടകകൃത്തുകളില്ലെങ്കിൽ, KPSC ഇല്ലെങ്കിൽ, K ദാമോദരൻ ഇല്ലെങ്കിൽ, തോപ്പിൽ ബാസി ഇല്ലെങ്കിൽ, P ഭാസ്കരൻ ഇല്ലെങ്കിൽ, വയലാറില്ലെങ്കിൽ, ONV കുറുപ്പില്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു? ഇപ്പോഴത്തെ ഗതി എന്താണ്? ഇപ്പോഴത്തെ ഗതി എന്താണ്? നിങ്ങൾ ആലോചിക്കുക. CK ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു നേതാവ് പ്രസിഡന്റായിരുന്ന കസേരയിൽ ഇരിക്കുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കൂടോത്രം പൊരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടോത്രം പൊരിക്കുക. അത് മറ്റ് എതിർകക്ഷികളല്ല, ഒരു പാർട്ടിക്കകത്തു നിന്ന് തന്നെ കൂടോത്രം പൊരിക്കാൻ പോകുന്നു. കേരളം എവിടെ എത്തി നിൽക്കുന്നു? നരബലി ഉണ്ടാകുന്നു. എന്താണ് കാരണം? പെരുമ്പുഴകളെല്ലാം മാറിയിട്ടിപ്പം മേഘവിസ്ഫോടന പ്രണയങ്ങളായി മാറി. ആ പുഴയുടെ തീരത്ത് ജീവിതഗാന തീരത്തിരുന്നിട്ട് വീണ ധരിച്ചുകൊണ്ട് താളവും രാഗവും ലയവും ചേർത്തുകൊണ്ട് മാനവ മനോരാജ്യങ്ങളിൽ പാട്ടുപാടി നടന്ന പെരുമ്പഴയെ പോലെ, തിരുനെല്ലൂരിനെ പോലെ ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിൽ നിന്ന് പകരം ഇപ്പോ നല്ല പുഴകളൊന്നുമില്ല. പുഴയെന്ന് പറയുന്നത് എന്താണ്? മേഘസ്ഫോടന പുഴയാണ്. ഒരു മഴ പെയ്യും, ആ മഴയുടെ വെള്ളപ്പൊക്കത്തിൽ കുത്തി ഒലിച്ചു പോകുന്നു. അതിന് യാതൊരു തീരം കുത്തി ഒഴുകുകയാണ്. ആ തീരത്ത് ഇരിക്കുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കുകയല്ല പുഴയുടെ ദൗത്യം. ഒരു പഴയ പാട്ടോർമ്മയുണ്ടോ? കല്ലോലിനി എന്ന ജയേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. അതിലൊരു വരിയുണ്ട്: നിൻ തീരത്തു വിടരും ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂ ഉറക്കൂ കല്ലോലിനി എന്ന പാട്ടോർമ്മയില്ലേ? എന്നാൽ ഇന്ന് പുഴകളെല്ലാം മാറി, മനുഷ്യൻ മാറുന്നതനുസരിച്ച് നമ്മുടെ പുഴയും മാറിയത് കണ്ടില്ലേ? ഇപ്പൊ ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കുകയല്ല, ദുഃഖമുണ്ടാക്കുന്ന പുഴകളാണിപ്പോൾ. കൂലംകുത്തി ഒഴുകിയിട്ട് അവിടെ തീരത്ത് താമസിക്കുന്ന ചെടികളെയും പൂക്കളെയും ഒലിപ്പിച്ചു കൊണ്ടുപോയി അവിടുത്തെ മനുഷ്യരുടെ വീടുകളിൽ ദുരന്തമുണ്ടാക്കുന്ന പുഴകളായിട്ട് നമ്മുടെ പുഴകൾ മാറുന്നത് സാഹിത്യരംഗത്തും കാണുന്നു. ഒരു വലിയ പ്രവാഹം, ഒരു കുത്തൊഴുക്ക് അതിൽ ഒലിച്ചു പോകുന്നു. ആ ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ പുഴയെപ്പറ്റി ചിന്തിക്കാൻ ആളില്ല. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച പാട്ടുകളെ പറ്റിയിട്ട് ഞാൻ ഒരു വേദിയിൽ പ്രസംഗിച്ച ഒരു സദസ്സിൽ, ഒരു കമ്മിറ്റിയിൽ പ്രസംഗിച്ചത് മാതൃഭൂമി പത്രം ചോർത്തി എടുത്തിട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തു. ഞാൻ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത കാര്യം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നു. ആ യോഗത്തിൽ പറഞ്ഞ കാര്യം ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അതിൽ പറഞ്ഞ കാര്യം ഇതാണ്: നമ്മുടെ രാഷ്ട്രീയ ഗാനങ്ങളെല്ലാം തന്നെ DJ ഗാനങ്ങളായി മാറുകയും വളരെ വൃത്തികെട്ട സന്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട വോട്ടിൻ്റെ കണക്കെടുക്കണം നമ്മളെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച പാട്ട് ആവേശ സിനിമയിലെ പാട്ടാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഇല്ലുമിനാട്ടികളായി മാറിയിരിക്കുന്നു. എന്താണ് ഇല്ലുമിനാട്ടി എന്ന് ഒരു രക്ഷകർത്താവിനും അറിയില്ല. എന്നാൽ UP സ്കൂളിലെ കുട്ടികൾക്കറിയാം എന്താണ് ഇല്ലുമിനാട്ടി എന്ന്. ഒരു അധോലോക സൈബർ ക്ലബ്ബാണത്. അത് അധോലോക ക്ലബ്ബായിരുന്നില്ല, അതൊരു നല്ല ക്ലബ്ബായിരുന്നു. പക്ഷെ ഇപ്പോഴത് അധോലോക ക്ലബ്ബാണ്. ലയൺസ് ക്ലബ്ബ് പോലെ, റോട്ടറി ക്ലബ്ബ് പോലെ ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് അടിക്കുന്ന കാലമാണ്. ആ പാട്ടിൽ ഒരു വരിയാണ്. ആ സിനിമയിൽ മറ്റൊരു പാട്ടുണ്ട്. ആ സിനിമക്കാരെയോ പാട്ടെഴുത്തുകാരനെയോ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം
കാലത്തിൻ്റെ കണ്ണാടിയാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ യുവാക്കളുടെ ട്രെൻഡ് ആ പാട്ടിലുണ്ട്. ആ പാട്ട് മാതാപിതാക്കളെ മാപ്പ് എന്നാണ്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി വൈക്കം സത്യാഗ്രഹം നടന്ന നവോത്ഥാനത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് ഇപ്പം നല്ല ഭക്ഷണവും നല്ല വീടും നല്ല വിദ്യാഭ്യാസവും നല്ല പാർപ്പിടവും ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക. അവർ പറയാ വഴി തെറ്റാനുമുണ്ട് അവകാശം. തനി നിറമെടുത്തെണിയണ നെഞ്ചെ കാട്ടു തോന്നിയാസം, കാട്ടു തോന്നിയാസം. തോന്നിയാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞ ONV കുറുപ്പ് അല്ലേ? ONV കുറുപ്പ് മിക്കപ്പോഴും പറയുന്ന ഒരു വാക്കാണ് തോന്നിയാക്ഷരങ്ങൾ. ആ തോന്നിയാക്ഷരത്തിൽ നിന്ന് തോന്നിയാസത്തിലേക്കുള്ള മാറ്റമാണ് ഇപ്പോൾ കേരള സംസ്കാരം. വഴി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ നിന്ന് വഴി തെറ്റാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നതാണ് ഇന്ന് കേരള സംസ്കാരത്തിൻ്റെ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ വോട്ടിംഗ് നിലയിൽ മാറ്റം വന്നതിൽ എനിക്കൊരത്ഭുതവുമില്ല, ഒരത്ഭുതവുമില്ല. ഈ സാംസ്കാരിക പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിയുക്തരായിരിക്കുന്ന സാഹിത്യകാരന്മാര്, കവികള്, ലേഖകന്മാര്, സമൂഹത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായി മാറേണ്ടവരെല്ലാം അക്കാദമികളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്, അക്കാദമികളിൽ അഭയം പ്രാപിക്കുകയാണ്. നമ്മുടെ ഗവേഷകന്മാര്, കഴിഞ്ഞ ദിവസം ഡോക്ടർ വത്സലൻ പാതുശ്ശേരി മാഷെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ പോയി. അവിടെ കുറേ ഗവേഷക വിദ്യാർത്ഥികളെ കണ്ടു. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഗവേഷണത്തിൻ്റെ വിഷയം? അന്നേരം അദ്ദേഹം പറഞ്ഞത് 1980-കൾക്ക് ശേഷം ഇറങ്ങിയ സിനിമകളിലെ പ്രേത സാന്നിധ്യം. ഗവേഷണത്തിൻ്റെ വിഷയം 80-കൾക്ക് ശേഷം ഇറങ്ങിയ, അതിൽ ഭാർഗവീ നിലയമില്ല, ശ്രീകൃഷ്ണ പരുന്തും ഇല്ല, ഡിജിറ്റൽ പ്രേതങ്ങളാണല്ലോ അല്ലേ? 80-കൾക്ക് ശേഷം ഇറങ്ങിയ സിനിമകളിലെ ഡിജിറ്റൽ പ്രേതങ്ങൾ. ആ പ്രേതങ്ങളെ പറ്റിയിട്ട് ഗവേഷണം നടത്തുകയും അതിനു വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു ഗൈഡ് അത് പരിശോധിക്കുകയും ചെയ്യുന്ന എന്തൊരു വ്യർത്ഥമായിരിക്കുന്ന വൃത്തികേടാണ് നടക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗം, രാഷ്ട്രീയ പരിപ്രേക്ഷ്യം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത സംസ്കാരവും സാംസ്കാരിക പരിപ്രേക്ഷ്യമില്ലാത്ത രാഷ്ട്രീയവും നമ്മുടെ കേരളത്തെ ദുരന്തത്തിലേക്ക് നയിക്കും. കേരളത്തിൻ്റെ ദുരന്തത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആശങ്കപ്പെട്ടത് ഇവിടുത്തെ മുന്നണിയുടെ വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ചല്ല, ഇവിടെ ഇടതുപക്ഷത്തിന് എത്ര വോട്ട് കിട്ടിയെന്നോ എത്ര സീറ്റ് കിട്ടിയോ എന്നതല്ല. കേരളം എന്ന ഈ സാംസ്കാരിക ഭൂമിക നേരിടാൻ പോകുന്ന രാഷ്ട്രീയ ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ ആശങ്കപ്പെട്ടത്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ചോദ്യങ്ങൾ പെരുമ്പഴയുടെയും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുത്തരങ്ങളായിരുന്നില്ല, ചോദ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ തകർന്നു പോയത്. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, ഇത് ചോദ്യമായിരുന്നു. പ്രപഞ്ചശില്പികളെ പറയൂ പ്രകാശമകലയാണോ. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി, അതൊരു ചോദ്യമായിരുന്നു. വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയല്ല, ആണെങ്കിൽ ആ ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്നത് ഒരു കലാപമായിരുന്നു. അത്തരത്തിൽ കലാപങ്ങളും ചോദ്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ലോകത്ത് വിവേകം കിഴക്കുനിന്ന് ഉദിക്കുന്നു എന്ന് പണ്ട് പാശ്ചാത്യര് പറയാറുണ്ട്. വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക്, കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ. 1,64,000 ശ്ലോകങ്ങളുള്ള 10-20,000 കഥാപാത്രങ്ങളുള്ള മഹാഭാരതം പോലുള്ളൊരു പുസ്തകം എഴുതിയതൊരു ചെറിയ ബുദ്ധിയല്ലല്ലോ. രാമായണവും അഷ്ടാദശ പുരാണങ്ങളും ഉപനിഷത്തുകളും ഭാഗവതവും അല്ലേ, ഗീതയും വേദങ്ങളും ഒക്കെ എഴുതിയതൊരു ചെറിയ ബുദ്ധിയല്ലല്ലോ. അത്രയും വിവരം ഉണ്ടായിരുന്നു നമുക്ക്. ഒന്ന് പോട്ടെ, അതൊക്കെ വിട്. നമ്മുടെ മെൻഡലിയേഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും മൈക്രോസ്കോപ്പും ഫണലും ടെസ്റ്റ് ട്യൂബും പരീക്ഷണശാലകളും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഉണ്ടായത്. മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടായത്. എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന്
ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് പരീക്ഷണശാലകളൊന്നും ഇല്ലാതെ, മൈക്രോസ്കോപ്പൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിലെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഇലയും പൂവും തണ്ടും വേരും വായയാകുന്ന പരീക്ഷണശാലയിൽ ചവച്ചരച്ചിട്ട് അതിൻ്റെ അമ്ലഗുണവും ക്ഷാരഗുണവും കണ്ടെത്തിയിട്ട് അത് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന മട്ടിൽ ചരകനും സുശ്രുതനും ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങൾ, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ഗുളികകൾ, തൈലങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നു. അതൊരു ചെറിയ ബുദ്ധിയാണോ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു, നളന്ദയുണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു. ഇത്രയും അറിവുണ്ടായിട്ട്, ഇത്രയും പ്രഗത്ഭരുണ്ടായിട്ട്, ഇത്രയും ഫലപുഷ്ടമായ ഭൂമി ഉണ്ടായിട്ട് എന്തേ നമുക്ക് പറ്റി? പട്ടിണി റാങ്കിങ്ങിൽ ഇന്ത്യ 111 സ്ഥാനത്തെത്തിയത് എന്തേ? ആ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തേ നമുക്ക് പറ്റി? ഇപ്പോഴും ഇന്ത്യയിൽ കൂടോത്രങ്ങളുടെയും മന്ത്രങ്ങളുടെയും രാജ്യമായി മാറുന്നത് എന്തേ? ഒരു സ്വാമിയെ കാണാൻ പോയിട്ട് 125 ആൾ ചവിട്ടും കുത്തുമായിട്ട് മരിച്ചതെന്തേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവന്റ് മാനേജ്മെന്റിന്റെ സമർത്ഥരായ ആളുകളില്ലാത്ത ഒരൊറ്റയാളെ ഇനി സ്വാമിയാകാൻ അനുവദിക്കരുത്. നല്ല ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടോ? സ്വാമിയാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത നല്ല ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ സ്വാമിയാകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആൾ മരിച്ചു പോകും, ദുരന്തങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ഇന്ത്യയെ തകർന്നതെന്തേ? അവിടെയാണ് ചോദ്യങ്ങളില്ലാത്ത നാട്. ദക്ഷിണാമൂർത്തി സ്തവത്തിൽ പറയുന്നു, വൃക്ഷം വടതരുർ മൂലേ ഗുരുർ യുവാ ശിഷ്യ വൃദ്ധാര ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. വടവൃക്ഷത്തിന്റെ ചോട്ടിൽ യുവാവായിരിക്കുന്ന ഗുരുവും വൃദ്ധരായിരിക്കുന്ന സന്യാസിമാരായ ശിഷ്യന്മാരിയിരിക്കുന്നു, മൗനത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു. ഒരു സംശയമില്ല, ചോദ്യം ചോദിക്കാതെ ഉത്തരങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു തലമുറയാണ് ഇന്ത്യയിൽ വളർന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിവരം ഉണ്ടായിട്ട് ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതുണ്ടോ? നമ്മൾ എന്തേ ചിന്തിക്കാത്തത്? ഈ മൈക്ക് കണ്ടുപിടിച്ച വെള്ളക്കാരാണ്, വാച്ച് കണ്ടുപിടിച്ച വെള്ളക്കാരാണ്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വെള്ളക്കാരാണ്, കടലാസും അച്ചടിയും കണ്ടുപിടിച്ച വെള്ളക്കാരാണ്, സിമെന്റ് കണ്ടുപിടിച്ച വെള്ളക്കാരാണ്, ബൾബ് കണ്ടുപിടിച്ചത്, ഫാന് കണ്ടുപിടിച്ചത്, കാറ് കണ്ടുപിടിച്ചത്, റോഡിന്റെ താറ് കണ്ടുപിടിച്ചതെല്ലാം വെള്ളക്കാരാണ്. ഇത്രയും വിവരമുണ്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എന്തേ ഇവിടെയുള്ളത്? എന്തുകൊണ്ട് പറ്റി? അറിവില്ലാഞ്ഞിട്ടാണോ? ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതിൻ്റെ വിഷയം കരംചന്ദ് ഗാന്ധിമാരുണ്ടായില്ല എന്നതാണ്. കർമ്മവും ചിന്തയും ഒരുമിച്ച് ചേർത്തില്ല. സുകുമാർ അഴീക്കോട് കരംചന്ദ് ഗാന്ധിക്ക് കൊടുത്ത വ്യാഖ്യാനമാണ് മോഹൻദാസ് കർമ്മചിന്ത ഗാന്ധി. കരംചന്ദ് ഗാന്ധിയെ കർമ്മചിന്ത ഗാന്ധി. ഇന്ത്യയിൽ ചിന്തിക്കുന്നവൻ പണിയെടുത്തില്ല, പണിയെടുക്കുന്നവൻ ചിന്ത കിട്ടിയില്ല, അറിവ് കിട്ടിയില്ല. പണിയെടുക്കുന്നവൻ ശൂദ്രനക്ഷര സംയുക്ത ദൂരത പരിവർജിയൽ. വേദേതിഹാസാദി വിഭൂതിയെല്ലാം മേൽജാതിയുടെ പൈതൃകം. അവരാണെങ്കിലോ ഒരു പണിയെടുക്കൂല. അവരിങ്ങനെ മുറുക്കി തുപ്പി കുംഭക്കൊടലും കുലുക്കി നിൽക്കും. ഈ കുംഭക്കൊടലിന് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിന്റെ സംസ്കാരത്തിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ നിരീക്ഷിച്ചു നോക്കൂ. റിട്ടയർ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അമ്പല കമ്മിറ്റികളിലേക്ക് ചേക്കേറുകയാണ്. അവർക്ക് വേണ്ട യോഗ്യത എന്താണ്? വെടിക്കല, കുംഭ പുറത്തു രോമം, കഷണ്ടിയും കഞ്ഞി വിഴിഞ്ഞമുണ്ടും എന്ന് പുരുഷ ലക്ഷണം പണ്ട് പറഞ്ഞിരുന്നു. കുംഭ വേണം. കുംഭ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഉത്സവ പറമ്പിൽ തെയ്യൂ തറയൊക്കെ ഉണ്ടാവുമ്പോൾ ബലൂൺ ഊതി പൊതിച്ചിട്ട് ഉള്ളിന്ന് വലിച്ചിപ്പറക്കിട്ടു ഒരു കുഴിയുള്ളൊരു ബലൂൺ ഉണ്ട്. ഇവിടെ ഉണ്ടാത് എന്നിട്ടൊരു ഒരു റബ്ബറിൻ്റെ നൂലുള്ള ബലൂൺ, അതുപോലുള്ളൊരു വയറ് പൊക്കിളങ്ങ് കുഴിഞ്ഞിട്ട് വലിയ കുംഭയുണ്ടെങ്കിൽ നാട്ടിൽ മുഖ്യസ്ഥനാവാം. പണ്ട് അരവയർ, ഒട്ടിപ്പിടിച്ച അരവയറുമായിട്ട് ജനങ്ങളുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കുന്ന കണ്ണുള്ള, മുഖത്ത് പ്രസാദമുള്ള, ഇച്ഛാശക്തിയുടെ കണ്ണുകളിൽ പ്രകാശമുള്ള മനുഷ്യരായിരുന്നു നമ്മുടെ നാട്ടിലെ സാമൂഹ്യ നേതാക്കൾ. ഇപ്പോഴ് ഒരു വേഷ്ടിയും പൊതച്ചിട്ട് കുംഭക്കൊടലും കുലുക്കിയിട്ട് നടക്കുന്നവരാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നാട്ടിലെ മുഖ്യസ്ഥന്മാര്, ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ. പൈസ പിരിക്കണ്ട, ഇങ്ങോട്ട് വന്നോളല്ലോ. അവരെല്ലാം റിട്ടയർഡ് അധ്യാപകർ. പണ്ട് മാഷന്മാരെല്ലാം പിരിഞ്ഞാൽ പിന്നെ പൊളിറ്റിക്സിലാണ്. ഇപ്പൊ മാഷന്മാരെല്ലാം പിരിഞ്ഞാൽ പിന്നെ അമ്പല കമ്മിറ്റിയിലാണ്. അതിലേക്ക് പോകുന്നു. കുംഭക്കൊടലിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു കേരളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഏന്തിയിരിക്കുന്ന ആ മനുഷ്യർ, അതാണ് ആ കുംഭകുലിക്ക് വെറ്റില മുറുക്കി താരിൽ തന്വീ കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമ ജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോമണ്ഡലി ചണ്ടഭാനോ നേരത്താതെന്നും നീയാൻ തൊടുകുറി കളയാതെന്നു മേഷാകുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നൃവര
ധരാഹന്ത കൽപ്പന്തതോയേ എന്ന ശ്ലോകം കേട്ടിട്ട് അന്തഹന്തക്കിന്ത പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടും വളയും കൊടുത്തത് ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ച അത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ വിരമിക്കുന്നവർ. മർത്യാകാരേണ ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര നൃപ തവ നീതിക്കു തെറ്റില്ല, പക്ഷേ പൊൽത്താർമകളിതാ തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീ വൃത്യ കനിവളിലുദിക്കൊല്ല കാരുണ്യരാശയെ എന്ന ശ്ലോകം ചൊല്ലുക. എന്നിട്ട് അതില് സമ്മാനം വാങ്ങുക. അത്തരത്തിലുള്ള ആളുകളായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അത്തരത്തിലുള്ള വേദേതിഹാസ വിഭൂതികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നവർ ഒരു പണിയെടുത്തില്ല, പ്രായോഗികമായിട്ട് അറിവിനെ കൊണ്ടുവന്നില്ല. എന്നാൽ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യന് വിദ്യാഭ്യാസം കിട്ടിയില്ല. ഇതാണ് ഇന്ത്യ തകർന്നു പോയത്. എന്നാൽ ആ ഇന്ത്യയിൽ സാധാരണ മനുഷ്യൻ പുലേനെ സ്കൂളിൽ വിദ്യാഭ്യാസം തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ മുട്ടിപ്പൊല്ല് മുളക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകന്റെ ഈ കേരളത്തിൽ പുലേനെന്നോ ആദിവാസിയെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ എന്താ, നമ്മുടെ വയലുകളെല്ലാം വീണ്ടും മുട്ടിപ്പൊല്ല് മുളക്കാൻ തുടങ്ങി. വയലുകളെല്ലാം ഇപ്പൊ പുല്ല് മുളച്ചിരിക്കുക, കൃഷി ചെയ്യുന്നില്ല. www.com MD നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് മസാല ദോശയും നെയ്റോസ്റ്റും കിട്ടുമോ? പണിയെടുക്കാൻ മടിച്ചിട്ട് വിദേശത്ത് പോയി പണിയെടുക്കുന്ന ഒരു പുതിയ തലമുറ നമ്മളിൽ ഉയർന്നു വരുന്നു. അവരാണ് ഇല്ലുമിനാട്ടികളായി മാറിയത്. ആ ഇല്ലുമിനാട്ടികളുടെ ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? 2 കൊല്ലം മുമ്പ് തൃശ്ശൂർ ഞാനൊരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയിട്ട് രാത്രിയിൽ ഈ സ്വരാജ് റൗണ്ടിന്റെ പരിസരത്ത് ഭാരത് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ അടി, പൂരത്തല്ല്. തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്തുള്ള പോലെ ജനക്കൂട്ടം വമ്പിച്ച തല്ല്. എന്താണ്? ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയെന്ന് വന്നു. മോഹൻലാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഗ്രാമീണരായിരിക്കുന്ന ഫാൻസ് അസോസിയേഷൻ രാവിലെ തന്നെ ബാനർ കെട്ടി. ഉച്ചക്കാണ് നഗരവാസികൾക്കെല്ലാം ബാനർ കിട്ടാൻ സമയം കിട്ടിയത്. അവർ ബാനർ കൊണ്ടുവരുമ്പോൾ കെട്ട സ്ഥലമില്ല, എല്ലായിടും നിരത്തിയിരിക്കും. അവരെന്ത് ചെയ്തു? ഇതിൻ്റെ മേലെ കെട്ടി പഴയത് എറിഞ്ഞു. ഈ എറിയുന്നത് ക്യാമറയിൽ പിടിച്ചു. ഏതോ ആളുകൾ ഇപ്പം എല്ലാം ക്യാമറയിൽ പിടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ടു. അപ്പോൾ തങ്ങളുടെ ബാനർ അയച്ച് ആടിയ വിവരം അറിഞ്ഞിട്ട് രാവിലെ കിട്ടിയവരെല്ലാം ചോദ്യം ചെയ്യാൻ വന്നു. അതിൻ്റെ പേരിൽ ഒരു നടന്റെ ഫാൻസ്, അത് ഗ്രാമീണ ഫാൻസും നഗര ഫാൻസും തമ്മിൽ ഉള്ള അടിയാണെന്ന് നടന്നത്. അന്ന് അടി പൊട്ടുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, തൃശ്ശൂർ എന്തായി, സംസ്കാര കേരളത്തിന്റെ തലസ്ഥാനം എന്തായി? അതിൻ്റെ ലക്ഷണം അന്ന് കണ്ടിരുന്നു. അതാണ് ഒരു സിനിമാ നടൻ എന്ത് വൃത്തികേട് നടത്തിയാലും എന്ത് ചെയ്താലും ജയിക്കും എന്നൊരവസ്ഥയിലേക്ക് തൃശ്ശൂർ ജില്ല മാറുന്നു. ഇതൊരത്ഭുതമല്ല. കാരണം രാഷ്ട്രീയത്തിന്റെ സംസ്കാരം, ഈ സംസ്കാരവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിന് പകരം രാഷ്ട്രീയവും മതവും തമ്മിൽ ബന്ധപ്പെടുത്തി. രാഷ്ട്രീയവും മതവും തമ്മിൽ, വിശ്വാസവും തമ്മിൽ ഏറ്റവും മനോഹരമായി കണക്ട് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം കണക്ട് ചെയ്തത് രാം രാം എന്ന മന്ത്രം ചൊല്ലിയിട്ടാണ് രാഷ്ട്രീയത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ. രാം രാം എന്ന് ഉത്തരേന്ത്യയിൽ ഒരുപാട് മനുഷ്യർ പാടി നടക്കുന്നുണ്ടല്ലോ. ആ രാം രാം എന്ന് പാടി നടക്കുന്ന മനുഷ്യരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണ മനുഷ്യരെ കൊണ്ടുവരാൻ, സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്തെന്നറിയാത്ത, എന്താണ് ഡെമോക്രസി എന്നറിയാത്ത, എന്താണ് റിപ്പബ്ലിക് എന്നറിയാത്ത സാധാരണ മനുഷ്യർക്ക് രാമമന്ത്രത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരെ കൊണ്ടുപോകാനാണ് അദ്ദേഹം രാമനെ ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ ആ കൂട്ടത്തിൽ അത് രാമൻ ഒരു ഹൈന്ദവ രാമനാവാതിരിക്കാൻ, അതൊരു മാനവനായ രാമൻ ആകാൻ വേണ്ടിയിട്ടാണ് ഈശ്വര് അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പാടിയത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം 40 കൊല്ലമായിട്ട് 2.5 അടി നീളമുള്ള ഒരു വിഗ്രഹത്തിൽ കേന്ദ്രീകരിക്കുകയല്ലേ. അദ്വാനിയുടെ രഥയാത്ര നടന്ന അന്ന് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് 2.5 അടി നീളമുള്ള ആ ബാബറി മസ്ജിദിന്റെ അകത്ത് കൊണ്ടുപോയിട്ട ഒരു വിഗ്രഹത്തെയാണ് കേന്ദ്രീകരിച്ചത്. എല്ലാവരും അവർ പറയുമ്പോഴും രാമക്ഷേത്രം ബാബറി മസ്ജിദ്, നമ്മൾ പറയുമ്പോഴും രാമക്ഷേത്രം ബാബറി മസ്ജിദ്. ജനങ്ങളുടെ പ്രശ്നമോ സാംസ്കാരിക പ്രശ്നങ്ങളോ അവിടെ ഒന്നും തന്നെ ഭീഷ്മസാഹിനി വന്നില്ല. അവിടെ ഒന്നും തന്നെ ഇന്ത്യയിലെ അറിയപ്പെട്ട സാഹിത്യകാരന്മാർ വന്നില്ല, സാഹിത്യകാരികൾ വന്നില്ല.
കവികൾ വന്നില്ല. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സിനിമകളൊന്നും തന്നെ സാംസ്കാരിക വിഷയങ്ങളെ അഭിമുഖീകരിച്ചില്ല. കേരളത്തിൽ അറിയപ്പെട്ട സിനിമകളെല്ലാം ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് അല്ലേ ഭേദിച്ച സിനിമകൾ ഏതൊക്കെയാ? എല്ലാം ഫ്യൂഡലിസത്തിന്റെ കെട്ടുകാഴ്ചകളായിരുന്നില്ലേ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള അല്ലേ, ഹിസ് ഹൈനസ് ആണ്. ഭരതം സംഗീതം കാസിക്ക് ധാർവാഡ് അല്ലേ, കമലദളം അല്ലേ അല്ലേ, സർഗം പാട്ട്, ഇതൊക്കെ മോശ സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അതെല്ലാം ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാം ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട സിനിമകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചെലവഴിച്ചത്. നാലുകെട്ടും നടുമുറ്റവും ശാസ്ത്രീയ സംഗീതവും. ശാസ്ത്രീയ സംഗീതത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ആ സംഗീതം നമ്മൾ കേരളത്തിൽ പാട്ടിനെ അല്ല, പാട്ടിനേക്കാൾ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണമെന്നൊരു പാട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എനിക്ക് മാതമംഗലം സ്കൂളിലെ ഒരു കുട്ടിക്ക് മികച്ച കുട്ടി കർഷകന്റെ അവാർഡ് കിട്ടി. അവന്റെ സ്വീകരണ പരിപാടിയിൽ പ്രസംഗിക്കാൻ പോയിരുന്നു. ഞാൻ കേട്ട ഏറ്റവും സുന്ദരമായ പ്രസംഗം ആ കുട്ടിയുടെ മറുപടി പ്രസംഗമായിരുന്നു. അവൻ മറുപടി പ്രസംഗത്തിൽ പാടിയത് പഴയ ഒരു സിനിമാ ഗാനമാണ്. അവൻ പാടിയത് ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു, വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. മണിവീണക്ക് പകരം ഒരു ആൻഡ്രോയിഡ് ഫോണാന്ന് വിചാരിച്ചാൽ മതി ഇന്നത്തെ കാലഘട്ടത്തിൽ. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി, ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാവും പകലും ഇതല്ലേ ഇപ്പോ? രാത്രി 12 മണിക്കാണ് കുട്ടികൾ മിക്കതും ഉറങ്ങുന്നത്, വീണയിൽ മീട്ടുകയാണ്. ഏത് വീണാധാരിയാ? ഞാനൊരു വീണാധാരി. ജീവിതഗാനമല്ല. ഇതിൽ ജീവിതഗാനം ഉണ്ടോ? ഇല്ല. ആ തീരവിഹാരിയല്ല. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പോ പാട്ട് നിർത്തിയിട്ട് കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി, സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. കർമ്മണ്യതയിലേക്ക് ഗാനത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടിപ്പോ ആധുനിക ടെക്നോളജി അകർമ്മണ്യതയിലേക്ക് യുവതലമുറയെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കുന്നവൻ അറിവ് വേണ്ട, അറിവുള്ളവൻ പണിയെടുക്കണ്ട എന്നതിനെ മാറ്റിയതാണ് കേരള നവോത്ഥാനം. പണിയെടുക്കുന്നവൻ അറിവ് കൊടുത്തു. ആ അറിവ് നേടിയിട്ട് വീടും ഭൂമിയും തൻ്റെടുണ്ടായി. 70 അച്യുതമേനോൻ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അപ്പോഴാ തൻ്റെടുണ്ടായേ. തൻ്റെടം എന്ന് പറഞ്ഞാൽ തൻ്റെതായ ഒരു ഇടമല്ലേ സാർ? തൻ്റെതായ ഒരു ഇടം കിട്ടിയല്ലോ. ആ ഇടം കിട്ടിയിട്ട് ഇപ്പോ ആ ഇടം വികസിച്ചു, നല്ല വീടായി, നല്ല കാറായി, നല്ല പൈസയൊക്കെ ആയപ്പോ ഇനി കൃഷി വേണ്ട, കൃഷി വേണ്ട, നാടിൻ്റെ സംസ്കാരം വേണ്ട, ഇനി ഉന്നം മറന്നൊരു പോക്കാണ്. ഈ ആധുനിക കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ നമ്മൾ ഒരു ബൾബ് വാങ്ങുമ്പോൾ അറിവിലൂടെ ഈ ബൾബ് ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച LED കണ്ടുപിടിച്ച കമ്പനിക്ക് പോകുന്ന പൈസ എത്രയാണെന്ന് നിങ്ങൾ കണക്കൂട്ടിയിട്ടുണ്ടോ? 160 രൂപയുടെ ഒരു LED ബൾബ് വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ 38 രൂപ മാത്രമാണ് ആ കമ്പനിക്ക് അതിന് മുതല്. ബാക്കി ഇതിൻ്റെ വിൽക്കുന്ന ഏജൻസിക്ക്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിക്ക് അതിൻ്റെ ലാഭം എല്ലാമാണ്. അതിൻ്റെ ഒരു പങ്ക് LED ബൾബ് കണ്ടുപിടിച്ച പാറ്റന്റിനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനം എന്തും
വർദ്ധിച്ചു ഉപയോഗിക്കും തോറും അതിൻ്റെ ഒരു പൈസ വിദേശത്ത് പേറ്റന്റ് ആയിട്ട് പോവുകയാണ്. അറിവ് കൊണ്ട് പണമുണ്ടാക്കുന്നു കോർപ്പറേറ്റ് മൂലധനം. അറിവാണ് ഇന്ന് ഏറ്റവും വലിയ ചൂഷണത്തിന്റെ ഉപാധിയായി മാറിയിരിക്കുന്നത്. ആ അറിവിനെ നമ്മൾ വികേന്ദ്രീകരിച്ചപ്പോൾ ആ വികേന്ദ്രീകരണത്തിലൂടെ ഈ നമ്മുടെ LPG ഗ്യാസ് സിലിണ്ടർ വ്യാപകമാക്കിയില്ലേ, അതുപോലെയാ. LPG ഗ്യാസ് സിലിണ്ടർ പണ്ട് MP-ന്റെ ശുപാർശ കത്തുണ്ടെങ്കിൽ കിട്ടൂ. വളരെ അപൂർവമായിട്ട് മാത്രമേ LPG കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അത് ഉദാരവൽക്കരണം നടത്തി ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ എന്താ ഗുണം? ഇഷ്ടം പോലെ വില വർദ്ധിപ്പിച്ചു. അപ്പോൾ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ കൂടുതൽ ലാഭം. പൈസ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അതുപോലെ അറിവും വികേന്ദ്രീകരിച്ചപ്പോൾ ആ അറിവിലൂടെ നമ്മുടെ കേരളത്തിലെ യുവാക്കളെ അടിമകളാക്കുകയായിരുന്നു. എന്താ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? വിദ്യാഭ്യാസം നമ്മളെ സ്വതന്ത്രരാക്കുന്നു എന്നാണ്. സ്വതന്ത്രരാക്കേണ്ട വിദ്യാഭ്യാസം പക്ഷേ അടിമത്തത്തിന്റെ നുകമേറ്റു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്കിന്റെ തല പോലെ, F-ന്റെ തല പോലെ തല കുമ്പിട്ടിട്ട് ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു തലമുറയെ, ആ തലമുറയെ സൃഷ്ടിക്കുവാൻ ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു. സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എഴുത്തും വായനയും അറിയാത്തവരാണെന്ന്. എൻ്റെ അഭിപ്രായം 10ാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ എഴുത്തും വായന അറിയാത്തവർ ഡിഗ്രി കഴിഞ്ഞവരാ. കാരണം ഇവർക്ക് എഴുത്ത് ഓർമ്മയില്ല. ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് എഴുത്ത് മറന്നു പോവുക. ആരും എഴുതുന്നില്ല. എൻ്റെ നാട്ടിലൊക്കെ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ ഡിഗ്രി പാസ്സായൻ 8ാം ക്ലാസ് തോറ്റ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ വീട്ടിൽ വരിക. 8ാം ക്ലാസ് തോറ്റ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ വീട്ടിൽ വരും. ഈ അപേക്ഷാ ഫോറം ഒന്ന് എഴുതി തരുമോ? കാരണം ഇവന് എഴുത്ത് മറന്നുപോയി. ടൈപ്പ് മാത്രമായി. അതും ടൈപ്പ് ആണെങ്കിലോ മംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് മലയാളത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ആപ്പുണ്ടല്ലോ. ഇങ്ങനെ വലിയൊരു ആപ്പിൽ കുടുങ്ങിയിരിക്കുക നമ്മൾ. ഈ ആപ്പിൽ കുടുങ്ങിയിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറയെ അവരിൽ എനിക്ക് പ്രതീക്ഷയറ്റിട്ടൊന്നുമില്ല. ഒരു പ്രളയം വന്നപ്പോൾ അവർ ഇറങ്ങിയല്ലോ. ആ ഇല്ലുമിനാട്ടികളെല്ലാം പോസിറ്റീവായി പ്രതികരിച്ചല്ലോ. കോവിഡ് വന്നപ്പോൾ അവരിറങ്ങിയല്ലോ. പക്ഷേ ആ കോവിഡ് പോയി, ആവശ്യം വന്നപ്പോൾ അവരുണർന്നു. വീണ്ടും അവര് കോർപ്പറേറ്റിന്റെ മാളങ്ങളിലേക്ക് തലകുത്തി നിൽക്കുകയാണ്. ആ തലകുത്തി നിൽക്കുന്ന ആ യുവതലമുറയെ ഉദ്ബോധിപ്പിക്കുന്ന കവിതകളും പാട്ടുകളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പണ്ടത്തെ കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ മതിയോ? നമ്മുടെ സാംസ്കാരിക നായകന്മാരും കവികളും ഗൗരവതരമായി വിചിന്തനം നടത്തണം. എന്തേ ഇന്ത്യ മഹാഭാരതം എഴുതിയ നമ്മുടെ രാജ്യത്തിന് ഒരു നോബൽ സമ്മാനം കിട്ടുന്നില്ല എന്നതിന് അതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തി നോക്കി, ഒരു പഠനം നടത്തി നോക്കി. ആ പഠനം നടത്തിയതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ശേഷം ഒന്നും കിട്ടുന്നില്ല ഒരു സാഹിത്യകൃതിക്ക്. എന്തേ കിട്ടാത്തത്? ഞാനിക്കൊല്ലം ഒരു 100 സദസ്സുകളിലെങ്കിലുമായി ചോദിക്കുന്നു. ഭാരതത്തിൻ്റെ അഭിമാനപൂരിതമായിരിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ ഗീതാഞ്ജലി. ഞാൻ കഴിഞ്ഞ മാസം കുവൈറ്റിൽ ഒരു പരിപാടിക്ക് മലയാളം മിഷൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കുവൈറ്റിൽ പോയി. അവിടെ പോയപ്പോൾ ഒരുപാട് വിദേശികളെ പരിചയപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പ്രസംഗം കൊണ്ടൊന്നുമല്ല, എൻ്റെ സ്റ്റൈല് കൊണ്ടുമല്ല, എൻ്റെ വസ്ത്രം കൊണ്ടാണ്. അവിടെ എല്ലാവരും പാൻറ് ഉടുത്തിട്ടേ നടക്കും, ഞാൻ മുണ്ടുടുത്തിട്ട് നടന്നു. അപ്പോൾ അവർ കൗതുകത്തോടെ മുണ്ടിനെ നോക്കുകയാണ്. ആ അവർ മുണ്ടിൻ്റെ കൂട്ടത്തിൽ സെൽഫി എടുക്കാൻ വന്നു എല്ലാവരും. അവർക്ക് അത്ഭുതം, മുണ്ടെങ്ങനെ അവിടെ നിൽക്കുന്നതെന്നാണ് പിടിയില്ലാത്തത്. ആ മുണ്ട് നിൽക്കുന്നത് അവരെല്ലാം മേലെ കെട്ടിയാലേ, ബെൽറ്റ് ഇട്ടാലേ അവർക്കൊരു ഉറപ്പുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ട് അവിടെ നിൽക്കുന്നു. അവർക്ക് ഏറ്റവും അത്ഭുതം ഞാൻ കുളിക്കാൻ ഇറങ്ങുമ്പോൾ മുണ്ട് മാറ്റുന്നത് കണ്ടിട്ടാണ്. ആ സാങ്കേതിക വിദ്യ എന്താ? അവരെല്ലാം ഒന്ന് അയച്ചിട്ടിട്ടേ വേറെ ഒന്ന് ഉടുക്കൂ. നമ്മളിത് തോർത്തുടുക്കലും മുണ്ട് അയക്കലും ഒരേ സമയത്ത് നടത്തുന്ന സാങ്കേതിക വിദ്യ അവർക്കറിയില്ല. നമ്മൾ തോർത്ത് ചുറ്റി മുണ്ട് ചൊട്ടി വലിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതൊരു അത്ഭുതത്തോടെ അവർ നോക്കുക. അങ്ങനെയാണ് അവരെല്ലാം ഞങ്ങളെ വന്നിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ പലരും പറഞ്ഞു, യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിയെ പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ ഞാൻ 100 സദസ്സുകളിലായി ഗീതാഞ്ജലി വായിച്ചവരെത്രാന്ന് ചോദിച്ച് കൈ ഉയർത്താൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോദിച്ചിട്ട് നിങ്ങൾ അപമാനിക്കുന്നില്ല, 0.001% പോലും ആളുകൾ ഗീതാഞ്ജലി വായിച്ചിട്ടില്ല. ആ സാധനത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ? ഭജനം പൂജനമാരാധനയും
സാധനയും ഹേ നിർത്തുക സാധോ. നിർത്താൻ പറഞ്ഞില്ലേ? ഭജനയും പൂജയും ആരാധനയും. നിജ ദേവാലയ മൂലയിൽ എന്തിരിക്കുന്നു നീ രുദ്ധ കവാടം. വാതിലടച്ചിട്ട് ദേവാലയ മൂലയിൽ എന്തിനാണ് നീ ഇരിക്കുന്നത്? നിഭൃതമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊൾവീല. ഇന്നാണിത് എഴുതിയ അടി ഉറപ്പായിരുന്നു ടാഗോറിന്. നീ ധ്യാനിക്കുന്ന ദൈവം അമ്പലത്തിലില്ല. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണ് തുറന്നിട്ട് നോക്കൂ. കണ്ണ് പൂട്ടിയിട്ടാണ് നമ്മുടെ രാജ്യം തകർന്നത്. തുറക്കാൻ പറ്റില്ല. കണ്ണ് പൂട്ടി പ്രാർത്ഥിച്ചു. കാലിന്റെ മടമ്പ് കുറവിന് വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചാ വരന്താ വരന്താ. ഈ സങ്കല്പമില്ലേ, വരം തരും ദൈവം. ദൈവം ഇങ്ങ് കൊണ്ടത്തരും, മോക്ഷം കിട്ടും. ഈ സങ്കല്പം നമ്മുടെ രാജ്യത്തെ പിറകോട്ടടിച്ചതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആളുണ്ടായോ? കഴിഞ്ഞ മെയ് 8-ാം തീയതി ഞാൻ കൂത്തുപറമ്പിലേക്ക് കാറിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൈതേരി ഒരു നീലക്കരിങ്കാളി അമ്പലമുണ്ട്. അമ്പലത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തിരക്ക്, ഭയങ്കര തിരക്ക്. ഞാൻ അവിടുത്തെ വാദ്യക്കാരൻ എൻ്റെ ഒരു സുഹൃത്താണ് സതീശൻ. ഞാൻ വിളിച്ചു ചോദിച്ചു, സതീശ എന്താ ഇന്ന് വിശേഷം? അത് ഇന്ന് SLC റിസൾട്ട്. കുട്ടികൾ അവിടുത്തെ പ്രത്യേകത, അമ്പലത്തിൽ പ്രാർത്ഥനകൾ എഴുതി കൊടുക്കും. പൂജാരി ആ പ്രാർത്ഥന വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര ആൾ വരുന്നത്. കാരണം ബാക്കി എല്ലാവരും മനസ്സ് പ്രാർത്ഥിക്കുന്നതല്ലേ, ഇത് ഡയറക്റ്റ് ഭാഷയിലൂടെ കൊടുക്കുകയാണ്. നോക്കുമ്പം 200, 500, 100 ഇട്ടിട്ട് കുട്ടികളെല്ലാം A+ വേണം എഴുതി കൊടുത്തിരിക്കുക. എൻ്റെ കാറിൽ എൻ്റെ മോനുണ്ടായിരുന്നു, +2ൻ്റെ പരീക്ഷ എഴുതിയത്. ഞാൻ ഒറ്റ ചിരി ചിരിച്ചപ്പോൾ മോൻ ചോദിച്ചു, അച്ഛനെന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞത്, ഞാൻ നീലക്കരിങ്കാളിൻ്റെ അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ. എന്താ അത്? കാരണം ഇവൻ്റെ പേപ്പർ വാല്യുവേഷൻ 3 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് ആയി. അത് മുഴുവൻ ടാബുലേഷൻ നടത്തി, അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി. 3 മണിക്ക്, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അത് എൻ്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും. ഇതെല്ലാം റെഡിയായി നിൽക്കുമ്പോൾ ഈ 500 കൊടുത്തിട്ട് A+ വേണമെന്ന് ഇവൻ ആവശ്യപ്പെട്ടാൽ 3 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് കയറാണ്ട് വരാനാവില്ല നീലക്കരിങ്കാളി. ഇവിടെ എത്തിയിട്ട് കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയാതെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതി തെറ്റിച്ചതെല്ലാം ശരിയാക്കിയിട്ട് മാർക്ക് തട്ടിപ്പ് നടത്തുന്ന ആളാണ് ദൈവമെന്ന് നമ്മുടെ കുട്ടികളോട് ആരാ പറഞ്ഞു കൊടുത്തത്? ഒരു സ്കൂളിലും നിങ്ങൾ അറിയുമോ? ഒരു സ്കൂളിലും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് രാഹു വിഴുങ്ങിയിട്ടാ, പാമ്പ് വിഴുങ്ങിയിട്ടാന്ന് പഠിപ്പിക്കുന്നില്ലല്ലോ. ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നത് സൂര്യഗ്രഹണം, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിയുന്നത് ചന്ദ്രഗ്രഹണം. ഇതാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിവാഹത്തിനല്ല രാഹുകാലം നോക്കൂ. അതേതാ സാധനം? അങ്ങനെ ഒരു രാഹു എവിടെയാ? എല്ലാ കലണ്ടറിലും, അത് ഇടതുപക്ഷത്തിന്റെ ബാങ്കുകൾ നടത്തുന്ന കലണ്ടറിലുണ്ട് രാഹുകാലവും ഗുളികകാലവും. ഗുളികകാലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാവിലെ 1, ഉച്ചക്ക് 1/2, രാത്രി 2 എന്ന മട്ടിൽ ഗുളിക കഴിക്കുന്ന കാലം ഉണ്ടാകാം. ഈ രാഹു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ലോകത്ത്. എന്നിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിലടക്കമുള്ള 18 സ്ഥാനാർത്ഥികൾ രാഹുകാലം നോക്കിയിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അറിയോ? രാഹുകാലം നോക്കി നോമിനേഷൻ കൊടുക്കുന്നു. എവിടെ രാഹു? പിന്നെ എങ്ങനെ ഈ നാട് നന്നാവും? ശാസ്ത്രബോധമാണ് ഈ ലോകത്തെ മാറ്റിയത് എന്ന ബോധം ഉൾക്കൊണ്ടാതെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് പോവുക, അനാചാരത്തിലേക്ക് പോവുക. കേരളം എവിടത്തേക്ക് പോകുന്നു? കുട്ടിച്ചാത്ത മഠങ്ങൾ തൃശ്ശൂർ എത്രയാണ്? ഓരോ പാർട്ടിക്കും ഓരോ മഠമുണ്ട്. എത്രയാ കുട്ടിച്ചാത്ത മഠം? ആലോചിച്ച് നോക്കൂ. സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ പോകുന്നത്, ഇടതുപക്ഷം അടക്കം പോകുന്നത് എവിടെയാ പോകുന്നത്? ആദ്യം പോകുന്നത് തൊഴിൽശാലകളിലല്ല, അരമനകളിലാണ്, പണിക്കന്മാരുടെ വീടുകളിലാണ്, കരയോഗങ്ങളിലാണ് അവർ പ്രധാനമായി പോകുന്നത് അവിടെയാണ്. ഈ മനുഷ്യരുടെ വികാസത്തെ തടഞ്ഞു വെക്കുന്ന ശക്തികളുടെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിക്കുന്നു. അവരുടെ കൈകളിലേക്ക് നമ്മുടെ വോട്ടുകൾ മനുഷ്യർ കമ്പാർട്ട്മെന്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ സ്വതന്ത്രമാക്കാൻ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത കൊണ്ട് കഴിഞ്ഞോ? നമ്മുടെ സാഹിത്യ സിദ്ധാന്തങ്ങൾ, നമ്മുടെ പുതിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു? നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് പാടാൻ
ചിന്താവിഷ്ടിയായ സീതയുടെ 100-ാം വാർഷികത്തിൽ എത്ര സ്ത്രീകൾ ചിന്താവിഷ്ടിയായ സീത വായിച്ചു? ഞാൻ കുടുംബശ്രീ യോഗത്തിൽ പോയിട്ട് ചോദിച്ചു, ചിന്താവിഷ്ടിയായ സീത വായിച്ചോ? ചിന്താവിഷ്ടിയായ സീത വായിച്ചോ? വായിച്ച സ്ത്രീകൾ വളരെ വളരെ പരിമിതമാണ്, വളരെ വളരെ പരിമിതമാണ്. എന്നാൽ അവർ മറ്റു പലതും വായിച്ചിട്ടുണ്ട്. വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ച നാടാണ് പോലും കേരളം. കർക്കടക മാസത്തിൽ അധ്യാത്മരാമായണ പാരായണം. പക്ഷെ എന്താ, കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കില്ല, ഒരക്ഷരം വേറെ വായിക്കില്ല. ഇത് മാത്രം വായിച്ചിട്ടോ അതിലുള്ളത് എന്തെങ്കിലും അർത്ഥമറിഞ്ഞോ? രാമന് എവിടെ ക്ഷേത്രം എടുക്കണമെന്ന് കൃത്യമായിട്ട് വാൽമീകി രാമനോട് പറയുന്നുണ്ട്. സന്തുഷ്ടചിത്തരായി സമദൃഷ്ടരായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. ഏതെങ്കിലും ഒരാളുടെ സ്വാന്തം ഹൃദയം ഇന്ത്യയിൽ എത്ര ആളുടെ ഉള്ളിൽ രാമന് സുഖവാസ മന്ദിരം ഉണ്ടാവും? സന്തുഷ്ടി വേണം, ഒന്ന് നമ്പർ 1. ആർക്കും ഉണ്ടോ? സമദൃഷ്ടി വേണം, എല്ലാവരും ഒരുപോലെ കാണണം, ഉണ്ടോ? ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായി, ബഹു ഹിന്ദുക്കളിലല്ല, ജന്തുക്കളോടൊന്നും തന്നെ വിദ്വേഷമില്ലാത്ത മനസ്സോടെ ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയത്തിലാണ് രാമ. ആ ശാന്തഭാവം മനുഷ്യന്റെ ഉള്ളിൽ അക്രമവാസനയുണ്ടല്ലോ, അക്രമത്തിന്റെ ഒരു സിംഹമുണ്ട് നമ്മുടെ ഉള്ളിൽ, കടിച്ചു കീറുന്ന ഒരു സിംഹമുണ്ട്. ആ സിംഹം തലതിരിഞ്ഞു പോകാൻ ആഹ്വാനം ചെയ്തൊരു മനുഷ്യനുണ്ട്. നിന്റെ ഉള്ളിൽ ലോകം ടെറിറ്ററികൾ കീഴടക്കുന്ന രാജാവായിരിക്കുന്ന ഒരു സിംഹമുണ്ട്, ഇല്ലേ? അതുകൊണ്ടല്ലേ കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ സിംഹമാണെന്ന ഉത്തരം. പക്ഷെ ആ വിവരം ഇതുവരെ സിംഹം അറിയില്ല. അറിഞ്ഞ പിറ്റേന്നത് കൊട്ടാരം വേണമെന്ന് പറയുക, അത് നിലത്ത് കിടന്നുറങ്ങുക. നമ്മളാണ് കാട്ടിലെ രാജാവിനെ നിശ്ചയിച്ചത്. എന്തുകൊണ്ട്? ടെറിറ്ററികൾ കീഴടക്കുന്ന ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ എന്ന് പറഞ്ഞു പോകുന്നൊരു ഇച്ഛാശക്തി സിംഹത്തിന്റെ ഉള്ളിലുണ്ട്. ആ ഇച്ഛാശക്തി 4 ദിക്കിലേക്ക് തിരിച്ചുവിടാൻ, അല്ലാതെ കലിംഗ യുദ്ധത്തിൽ പരസ്പരം അഭിമുഖമായി പോരടിക്കുന്ന അക്രമകാരിയായ സിംഹങ്ങളെ 4 ദിക്കിലേക്ക് തിരിച്ചു പോകൂ എന്ന് ആഹ്വാനം ചെയ്തിട്ട് അശോകൻ ലോകത്താകമാനം സ്ഥാപിച്ച സ്തംഭമാണ് അശോക സ്തംഭം. 4 സിംഹങ്ങൾ അഭിമുഖമായിട്ടല്ല, പരാങ്മുഖമായിട്ട് 4 ദിക്കുകളിലേക്ക് പോകുന്ന അശോക സ്തംഭം. ഇതിന്റെ അർത്ഥം എന്തെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല. ശാന്തഭാവത്തിലുള്ള സിംഹങ്ങൾക്ക് പകരം പാർലമെന്റ് മന്ദിരത്തിന്റെ മേലെ അദ്ദേഹം സ്ഥാപിച്ച് ഹൈന്ദവാചാര പ്രകാരം പൂജ നടത്തിയിട്ട് പ്രതിഷ്ഠിച്ചു. ബൗദ്ധനാണ് സ്ഥാപിച്ചത് അശോക സ്തംഭം, പക്ഷേ ഹൈന്ദവാചാര പ്രകാരമാണ് അശോക സ്തംഭത്തെ പ്രതിഷ്ഠിച്ചത്. ആ അശോക സ്തംഭത്തിലെ സിംഹങ്ങൾ സമഭാവത്തിലുള്ള സിംഹമല്ല, ദംഷ്ടകൾ കാണിച്ച് കടിച്ചു കീറുന്ന സിംഹമാണ്. ശാന്താകാരം ഭുജഗശയനം എന്നാണ് വിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. എന്നാൽ ഇപ്പോൾ കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളെല്ലാം കലിപ്പൻ ദൈവങ്ങളാ. കത്തിജ്വലിച്ച് കുപിതനായിരിക്കുന്ന രാമനും ഹനുമാനുമാണ്. ശാന്തത പോയി. ദൈവത്തിന്റെ ലക്ഷ്യം ശാന്തതയല്ല, കലാപമാണെന്ന് വരുത്തി തീർക്കുകയാണ്. കുപിതനായിരിക്കുന്ന രാമനും കലിപ്പൻ ഹനുമാനുമാണ് ഇപ്പോ എല്ലായിടത്തും വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ. പ്രജ്ഞാപരാധമാണ് നടക്കുന്നത്. പ്രജ്ഞാപരാധം അറിഞ്ഞൊന്ന് പറഞ്ഞിട്ട് ആ അറിവിനോട് കാണിക്കുന്ന അപരാധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അറിവിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത്തരത്തിലുള്ള പ്രശ്നം നടക്കുമ്പോഴാണ് പെരുമ്പുഴയെ പോലുള്ള സംസ്കാരത്തിന്റെ പുഴകൾ, അത് കുത്തിയൊലിച്ചു പോകുന്ന മേഘസ്ഫോടന മഴയായിരുന്നില്ല, അത് തീരത്തു വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന ജീവിതഗാന തീരവിഹാരിയായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് എൻ്റെ തൊട്ട് വലത്ത്. വാട്ട് എ നോബിൾ മാൻ എന്ന് അദ്ദേഹത്തെ കുറിച്ചാണല്ലോ ത്യാഗരാജൻ പാടിയത്. എന്തൊരു മഹാനുഭാവുലു. ഈ മഹാനുഭാവന്മാരെ നമ്മുടെ നാട്ടിൽ കാണാനില്ല. മഹാനുഭാവന്മാരുടെ ദൗർലഭ്യതയാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം. ഇപ്പോൾ നേതാക്കന്മാരുണ്ടാകാം, പണക്കാരുണ്ടാകാം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന മഹാനുഭാവൻ ആരാണ്? ഏറ്റവും വലിയ കൂടുതൽ മാളുകൾ ഉണ്ടാക്കിയ യൂസഫ് അലിയാണ്. യൂസഫ് അലി അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി. വിദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന മലയാളി
ഒന്നും രണ്ടല്ല, ഇമ്മണി ബല്യൊന്നെന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയത്. അത് കൊട്ടാരക്കരയിലുള്ള അവിടുത്തെ ഒരു ചാനൽ യൂട്യൂബിലിട്ടു. ആ പ്രസംഗത്തിൻ്റെ അടിയിൽ വന്ന ഇന്നലെ ഞാൻ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചു. എന്നെ തേതാ തെറി. വിദേശികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ അറിയുന്ന മലയാളി ബഷീർ അല്ല, പൊട്ട യൂസഫ് അലിയാണെന്ന് പറഞ്ഞിട്ടാണ്. യൂസഫ് അലി, നിങ്ങൾ നോക്കത്, കൊട്ടാരക്കര ന്യൂസും പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ എന്നെ ചീത്ത പറയാണ്. ആര് ബഷീറിനെ ആർക്ക് വേണം? മാളുകൾ ഉണ്ടാക്കിയ യൂസഫ് അലി മതി അല്ലേ? പണം കാറ് നിർത്തിയിട്ട് വരുവിൻ വരുവിൻ, എന്റെ കാല് തൊട്ട് വന്ദിക്കുവിൻ, 100 ഉറുപ്യ തരാം എന്ന് പറയുന്നവനാണ് വില അല്ലേ? അവനാണ് വോട്ട്. ആ അവസ്ഥയിലേക്ക് കേരളം മാറിയത് കേരളത്തിലെ സാംസ്കാരിക ഭൂമികയിൽ വന്നിരിക്കുന്ന ഇടിവാണ്. ആ സാംസ്കാരിക ഭൂമികയെ തിരിച്ചു കൊണ്ടുവരാൻ പെരുമ്പുഴയെ അനുസ്മരിക്കുന്നത് എന്തിനാ? പെരുമ്പുഴയെ പോലുള്ള ടി.പി. സുകുമാരൻ മാഷെ പോലുള്ളവരെ അനുസ്മരിക്കുന്നത് എന്തിനാ? ഞാനും പെരുമ്പുഴയും തമ്മിൽ എത്ര അകലെയാണെന്ന അപകർഷത ബോധം ഉണ്ടാകാനാ. ഞാനും ഇയാളും തമ്മിൽ എത്ര വിളക്കുമരമേ വെളിച്ചമുണ്ടോന്ന് ചോദിക്കാനാണ്. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയാനാ. നമ്മൾ കടന്നു വന്ന വഴികൾ അറിയണ്ടേ? എവിടേക്കോ പോണു ഞാൻ. കടന്നു വന്ന വഴികൾ അറിയാതെ ലക്ഷ്യബോധം ഉണ്ടാവില്ലല്ലോ. അതറിയണമെങ്കിൽ പെരുമ്പുഴയെ പോലുള്ള വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കണം. എന്നാ ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, മനസ്സിലായില്ലേ? അതാണിപ്പോ നമ്മൾ. അപ്പോ നമുക്ക് അറിയണം എവിടുന്നാ വന്ന്, എങ്ങോട്ടാ പോകുന്ന, ഞാൻ ആരാണ് എന്ന് സ്വയം വിലയിരുത്തുവാൻ ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങൾ. പെരുമ്പുഴയെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കാനല്ലല്ലോ. പെരുമ്പുഴ സ്മാരക ട്രസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വിമർശനം ഉയരുമെന്ന് ഭയന്നിട്ടുമല്ല. ഇത് നടത്തുന്നത് അനുസ്മരണം ഒരു വിപ്ലവ പ്രവർത്തനമാണ്. നമ്മളെ സ്വയം പുതുക്കിയെടുക്കുകയാണ്. ഞാൻ പെരുമ്പുഴയെ പോലുള്ള, തിരുനെല്ലൂരിനെ പോലുള്ള, വയലാറിനെ പോലുള്ള, ONV പോലുള്ള സാംസ്കാരിക നായകന്മാരിൽ നിന്ന് ഞാൻ എത്ര അകലെയാണ്, എത്ര താണുപോയി ഞാൻ എന്ന് സ്വയം തിരിച്ചറിയുവാനും അവരിലേക്ക് എത്തിപ്പിടിക്കുവാൻ നമുക്കൊരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കാനും കരുത്ത് കിട്ടാനാണ് യുവകലാസാഹിതിയും പെരുമ്പുഴ ട്രസ്റ്റും ഇത്തയും ഇത്തരത്തിലുള്ള പരിശ്രമം നടത്തുന്നത്. നാടകങ്ങൾ എന്ന് പറയുന്നത് കാടകങ്ങളായി മാറുകയാണ്. നാടുണ്ടെങ്കിൽ നാടുണ്ടാവുന്നത് എപ്പോഴാണ്? നാടിൻ്റെ അകമാണല്ലോ നാടകം. നാട് നടുന്നതാണ്. നടുമ്പോഴാണ് നാടുണ്ടായത്. തനിയെ മുളച്ചത് കാടാണ്, നട്ടുമുളപ്പിച്ചത് നാടാണ്. നടുന്നവൻ നാട്ടാളനും ഒന്നും നടാത്തവൻ കാട്ടാളനും. ഇപ്പൊ കേരളത്തിൽ ഭൂരിപക്ഷം കാട്ടാളനാണോ നാട്ടാളനാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭൂരിപക്ഷം കാട്ടാളന്മാരായി മാറി. നടുന്നവരിൽ ഒന്നും നടുന്നില്ല. ആ നാട്ടിൽ നടുമ്പോഴുണ്ടാകുന്ന താളമല്ലേ നമ്മുടെ പാട്ടുകളായി മാറിയത്? എൻ്റെ നാട്ടിലെ ഞാറ്റുപാട്ടുകളുണ്ട്. നാട്ടിപ്പാട്ട് എന്നാണ് ഞങ്ങൾ പറയുക. നാട്ടി എന്ന് പറഞ്ഞാൽ ഈ ഞാറ് പൊരിച്ച് നാട്ടി, കൊടി നാട്ടി എന്ന് പറയുമ്പോൾ നാട്ടി. കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേൽ എന്ന് പാടുന്നത് എന്തിനാ? കൈതേരിയടമ്പാണേ എന്ന് പറയുമ്പോഴാണ് ഊന്നുക. എല്ലാവരും ഒരേ ലെവലിൽ ഞാറ് ഊന്നും. അപ്പോൾ ലെവലായിട്ട് വരും. അല്ല, പാട്ടിൻ്റെ താളം ഇല്ലെങ്കിൽ ഓരോ ആളും തോന്നുന്ന മട്ടിൽ ഊന്നി ഒരാൾ കുറേ പുറകോട്ട് പോയി അവസാനം ഇന്ത്യൻ്റെ ഭൂപടം വരച്ച പോലെ ഒരാൾ ഗുജറാത്തിലുണ്ടാവും, ഒരാൾ ബംഗാളിലുണ്ടാവും, ഒരാൾ കന്യാകുമാരിയിലുണ്ടാവും. ലെവല് തെറ്റിപ്പോവും. അതിനു വേണ്ടിയിട്ടാണ് പാട്ടുകൾ ഉണ്ടായത്. സങ്കടങ്ങളാണ് നാടൻ പാട്ടുകളായി മാറിയത്. അതെല്ലാം ഇപ്പോ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതിഗംഭീരമായിരിക്കുന്ന നമ്മുടെ അൽക്ക യാഗ്നി എന്ന് പറയുന്ന ഒരു പ്രശസ്തയായ ഹിന്ദി ഗായിക. ആ ഹിന്ദി ഗായികയുടെ കാതടഞ്ഞുപോയി. അതിൻ്റെ കാരണം അതിഭീകരമായ ടെറിബിൾ ശബ്ദം വെച്ചിട്ടാണ് അവർ പാടുന്നത്.
കുറച്ചു കാലം കഴിഞ്ഞാൽ കേരളത്തിൽ വള്ളത്തോളിൻ്റെ ബധിരവിലാപങ്ങൾ ആവർത്തിക്കുമെന്ന് ഭയമുണ്ട്. കാരണം എല്ലാവരും ചെവിയിൽ വെച്ചിട്ടാണ്, അല്ലേ? ബഡ്സ് വെച്ചിട്ടാണ് എല്ലാവരും കേൾക്കുന്നത്. ഇത് കേട്ട് 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 പുറത്തുള്ള കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛനും അമ്മയും വിളിക്കണമെങ്കിൽ മൊബൈലിൽ വിളിച്ചാലേ കേൾക്കൂ എന്നൊരവസ്ഥയിലേക്ക് പോവുക. ബധിരവിലാപം വർദ്ധിക്കും. ശബ്ദങ്ങളില്ലാത്ത, സ്വാഭാവിക ശബ്ദങ്ങളില്ലാത്ത, എല്ലാം യന്ത്രമായി യന്ത്രന്മാരായി മാറുന്ന ഒരു ലോകത്തേക്ക് പോകുമ്പോൾ ആർദ്രത എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, സൗന്ദര്യബോധം, അനുഭൂതി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ഇതൊന്നുമില്ലാത്ത ഒരു പൂവിനെ കണ്ടാൽ, ഒരു പൂമ്പാറ്റയെ കണ്ടാൽ, ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി കണ്ടാൽ, ഒരു പുഴയുടെ കളകള നിസ്വനം കേട്ടാൽ നെഞ്ചിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് പറയുന്ന അക്കിത്തത്തിന് പകരം അൽഫാം കണ്ടാൽ, ഷവർമ്മ കണ്ടാൽ മാത്രം നെഞ്ചിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന അവസ്ഥയിലേക്ക് പോവുക. നമുക്കെല്ലാം ഒരുപാട് പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്ക് ഒരു പേരേ ഉള്ളൂ, ശവം അല്ലെ മയ്യത്ത്. എന്നാൽ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂവെങ്കിലും മരിച്ചാൽ 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ. ഇതിൻ്റെ പുതിയ സാധ്യതകളിലാണ് ഗവേഷണം. പുതിയ ചിക്കൻ്റെ സാധ്യതകളിലാണ് ഗവേഷണം, പുതിയ കവിതകളുടെ സാധ്യതകളിലല്ല. നമ്മുടെ ലൈബ്രറി കൗൺസിൽ എത്ര തന്നെ തള്ളല് തള്ളിയാലും അന്ത്യവിശ്രമം കൊള്ളുകയാണ് നമ്മുടെ അലമാരകളിലെ പുസ്തകങ്ങൾ. അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കെ ദാമോദരൻ്റെ ഇന്ത്യയുടെ ആത്മാവ് എന്ന പുസ്തകത്തെ പറ്റിയിട്ട് ഒരു സംവാദം നടത്താൻ വേണ്ടിയിട്ട് കണ്ണൂര്, കേരളത്തിൽ ഒരു പാർട്ടി ഓഫീസിൽ ഏറ്റവും കൂടുതൽ പുസ്തകമുള്ള ഒരു പാർട്ടി ഓഫീസ് കണ്ണൂരായിരിക്കും. ഏറ്റവും കൂടുതൽ പുസ്തകമുള്ള വലിയ ലൈബ്രറി, ഏതൊരു പുറത്തുള്ള ലൈബ്രറിയേക്കാൾ വലിയ ലൈബ്രറി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ കണ്ണൂരിലുണ്ട്. പി മുകുന്ദൻ സ്മാരക ലൈബ്രറി. ആ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആത്മാവെന്ന പുസ്തകത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ പുസ്തകം വായിച്ചത്. വീണ്ടും ഒന്നുകൂടി വായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലെ ഗാന്ധി സ്മാരക വായനശാലയിൽ പോയി ആ പുസ്തകം എടുത്തു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ 1984 ആ പുസ്തകത്തിൻ്റെ കോപ്പി അവിടെ വാങ്ങിക്കൊണ്ടുവച്ചത്. ഞാനത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ വക്കുകളെല്ലാം ഈ ബൈൻഡിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞിട്ടില്ല, വക്ക് കൂട്ടി പറ്റിയിരിക്കുന്നു എല്ലാത്തിൻ്റെയും. 84 കഴിച്ചിട്ട് 40 കൊല്ലമായിട്ട് ആ പുസ്തകം ഫസ്റ്റിൽ തുറക്കുന്ന ആ പ്രതി ഞാനാണ്. ഫസ്റ്റിൽ തുറക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ട് അത് കീറുമല്ലോ. ആരും വായിച്ചിട്ടില്ല. ഗ്രന്ഥശാലകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുസ്തകങ്ങൾ. പുസ്തക വിൽപ്പന ഗംഭീരമാണ് കേട്ടോ, നല്ല കച്ചവടം നടക്കുന്നുണ്ട് പുസ്തകം. പക്ഷേ വായന നടക്കുന്നത് എത്ര ഗൗരവതരമായി ചിന്തിക്കേണ്ടതാ. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വായിക്കുന്നവരെത്ര ഗൗരവതരമായി ചിന്തിക്കേണ്ടതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയക്കാരിരിക്കുന്ന സദസ്സിൽ വെച്ച് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പോലും ബിരിയാണി എന്ന് പറഞ്ഞ പുസ്തകം, ആ കഥ വായിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണത്. ഒരാൾ പോലും വായിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ കേരളത്തെ നവോത്ഥാന മൂല്യങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയും? അതുകൊണ്ട് നമ്മളൊരു പുതിയ പെരുമ്പഴയുടെ ഈ സ്മരണ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ നവോത്ഥാനം നടത്തേണ്ടത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് നടത്തേണ്ടത്. അങ്ങോട്ടല്ല വിരൽ ചൂണ്ടേണ്ടത്, ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് ചൂണ്ടിയിട്ടൊരു നവോത്ഥാനം നടത്താൻ നമ്മൾ സാംസ്കാരിക പ്രവർത്തകർ, ഇപ്റ്റയുടെ നാടകത്തിൻ്റെ ആളുകൾ, സാഹിത്യകാരന്മാർ, കവികൾ, നിരൂപകന്മാർ, കലാകാരന്മാർ ഗൗരവതരമായി നമ്മുടെ സമൂഹത്തെ വിലയിരുത്താനും നമ്മളെ പുതുക്കാനും അതിലൂടെ സമൂഹത്തെ പുതുക്കാനും മുന്നോട്ട് പോകാൻ പെരുമ്പഴയുടെ ഓർമ്മകൾ എല്ലായിടത്തും അദ്ദേഹമുണ്ട്, അല്ലേ? ഞാൻ വരുന്ന എല്ലാ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും നടന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹം സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. ആ സാന്നിധ്യമായിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്ത് തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് ഇത്തരത്തിൽ, ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അത് ഉത്തമനായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുത്തു എന്നതിലും അവരെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും എല്ലാവർക്കും നന്ദി, നമസ്കാരം.